ഇന്നലെ ഏറ്റവും സ്വാഗതാർഹമായ ഒരു തീരുമാനം കേരള സർക്കാരിൻ്റെതായി ഉണ്ടായി. 15 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും റാബീസിനെതിരെ പ്രീ എക്സ്പോഷർ വാക്സിൻ കൊടുക്കാനുള്ള തീരുമാനം. ഘട്ടം ഘട്ടമായിട്ടാണ്. ആദ്യം സൗജന്യമായി BPL, മറ്റ് കുട്ടികൾക്കും വാക്സിൻ കിട്ടാനുള്ള സംവിധാനം ഒരുങ്ങുന്നു. അത്തരത്തിലുള്ളൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റേതിൽ നിന്നും ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് ചെലവ് മുഴുവനും നമ്മൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊരു തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അതിൻ്റെ സസ്റ്റൈനബിലിറ്റി നമുക്ക് ഉറപ്പാക്കാനാവില്ല. എല്ലാ വാക്സിനുകളും നമ്മൾ കേന്ദ്രത്തിൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കിട്ടിക്കൊണ്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. അതിനും ഒരു പടി മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ നേരത്തെയും പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. റുബെല്ല വാക്സിൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ MMR വാക്സിൻ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അത് സാമ്പത്തികമായി ഒരു ബാധ്യതയാവാറുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി അത്തരത്തിൽ വഴിയിൽ മുടങ്ങിപ്പോകാതെ മുമ്പോട്ടേക്ക് പോകാൻ എവിടെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്? നമ്മൾ ഒരു കാര്യവുമായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പല ഘടകങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഇതിൻ്റെ സാമ്പത്തികമായി എത്ര ഭാരം വരും, അതിന് വേണ്ടുന്ന ഹ്യൂമൻ റിസോഴ്സസ്, ഇതര ഘടകങ്ങൾ ഒക്കെയും. ഈ ഒരു വാക്സിൻ 60 ലക്ഷത്തോളം കുട്ടികൾക്ക് 3 ഡോസാണ് നമ്മളിപ്പം വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ സർക്കാരിന് മാത്രം വലിയൊരു സാമ്പത്തിക ഭാരം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ സസ്റ്റൈനബിലിറ്റി നമുക്ക് നാളെ സർക്കാരിന് ചിലപ്പം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തുകൊണ്ടും ഈ വാക്സിനേഷൻ കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നതിലായിരിക്കണം നമ്മുടെ വിജയം. പറഞ്ഞു വന്നത്, ഇന്ന് എൻ്റെ കുഞ്ഞിന് ഇൻട്രാഡെർമൽ വാക്സിൻ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊരു അച്ഛൻ വിചാരിക്കുകയാണെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ അത് പറ്റില്ല. കാരണം അവിടെ IDRB അല്ലാതെ IM ആയിട്ട് ഒരു വാക്സിൻ മുഴുവനായിട്ട് എടുക്കേണ്ടി വരുന്നു. ഒരാൾ സർക്കാർ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ പറയുന്നു ഇത് പദ്ധതിയിൽപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന്. അപ്പം അവിടെയാണ് സർക്കാരിന് ചെയ്യാൻ ഉള്ളത്. പരമാവധി ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇൻട്രാഡെർമൽ വാക്സിനേഷൻ ശരിയായ രീതിയിൽ ചെയ്യുന്നതിൽ ട്രെയിനിങ്, ഒരു 1 day ട്രെയിനിങ്, അവർക്കൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക. ഒരു സർക്കാർ ഓർഡർ ഇറക്കുക, 6 വാക്സിൻ വാങ്ങിച്ചു കൊണ്ടുവന്നാലും ആ വാക്സിൻ്റെ സുരക്ഷിതത്വം ഓൾറെഡി സർക്കാർ അത് ഉറപ്പാക്കിയിരിക്കണം. ഏത് വാക്സിൻ ഏത് രീതിയിൽ വെച്ച വാക്സിനാണ് വാങ്ങിച്ചു കൊണ്ടിരുന്നത്, അത് കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ മേഖലയിൽ ഉണ്ടാവുക. സ്വകാര്യ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാലും ഇൻട്രാഡെർമൽ വാക്സിനേഷൻ കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റുള്ള ഒരു നൈപുണ്യമുള്ള ഒരാളെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടാവുന്നു എന്നുള്ളത്. എങ്കിൽ ഗവൺമെൻറ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാവുമ്പോഴും ഈ പദ്ധതി മുന്നോട്ട് തന്നെ പോകും. ഇപ്പോൾ ഊന്നൽ കൊടുക്കേണ്ടുന്നത് ഒരു ബാച്ച് കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ വാക്സിനേഷൻ കൊടുക്കുന്നതിന് വാക്സിനേഷൻ വാങ്ങിച്ച് വെക്കുകയും അതിൻ്റെ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് മാത്രമല്ല, അത് തുടർന്നും പോകാനുള്ള ഇനഫ് ഹ്യൂമൻ റിസോഴ്സസ് ബിൽഡിങ്ങിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ഹെൽത്ത് റിസോഴ്സസ് ആണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. അത് കേരളത്തിൽ ഉടനീളം സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും വെച്ച് ഒരാൾ വാക്സിൻ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നു എന്ന് ഉറപ്പാക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം. എവിടെയാണ് വാക്സിൻ സ്റ്റോക്ക് ചെയ്യുന്നത് അവിടെയൊക്കെ അത് സുരക്ഷിതമായിട്ട് തന്നെ വെക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാനുള്ളൊരു സംവിധാനവും സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ ഈ പദ്ധതി നാളെ വീണു പോവില്ല, തുടർന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവും. താങ്ക് യു.